അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് കിച്ചൺ കുക്ക് വെയറും ഡിന്നർ സെറ്റെല്ലാം കുറച്ച് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. കൂടാതെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇതെൻ്റെ മോള് ചിക്കൻ ത്രെഡ് റെസിപ്പി ട്രൈ ചെയ്യുക. അവൾ ചായക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കുന്നത് ഇന്നോള് സ്പെഷ്യലാണ് ചായക്ക്. അപ്പോൾ ചിക്കൻ ത്രെഡ് റെസിപ്പി നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളെ ചിക്കൻ ബ്രസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മളെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഒരു മുട്ട, ഉപ്പ് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ സമൂസ ഷീറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈസി സ്നാക്കാണ് ഇത്. എൻ്റെ തൊട്ടിൽ കണ്ടില്ലേ, ഇയാളെ പണിയാണ് ഫുൾ പൊട്ടിച്ചിടൽ. ഇതിൻ്റെ മേലെ വന്നിട്ട് അതിങ്ങനെ മാന്തി അതിൻ്റെ ഓരോ സ്ട്രിപ്പ് ഇളക്കിയിട്ട് അതിങ്ങനെ ആടുന്ന കാണുമ്പോൾ ഇവർക്ക് പക്ഷികളോടെല്ലാം അതുകൊണ്ടാണ്. അത് ചിറക് അനക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇവർ പക്ഷികൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നത്. അപ്പോൾ ലിയോനെ ഒന്ന് ബാത്ത് ചെയ്യാനും ഒന്ന് ഷേവ് ചെയ്യാനും എല്ലാം കൊണ്ടുപോവുക. കാരണം ലിയോൻ്റെ രോമം കുറച്ച് അധികം കൊഴിയുന്നു. പൂച്ചകൾക്കെല്ലാം ഈ ചൂടാകുമ്പോൾ നല്ലോണം കൊഴിയും. അപ്പോൾ ചിന്നുവിനങ്ങനെ ഇല്ല, ലിയോൻ്റെ ഇത് കൊഴിയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഉള്ളതല്ലേ, വീക്ക്ലി അല്ല ഇയർലി 2 times വടിക്കൽ നല്ലതാണെന്ന് പറയും. പക്ഷേ അന്നേരം അവരെ ആ രോമമുള്ളത് അവർക്ക് ഭംഗി, അത് പോയി കഴിഞ്ഞാൽ പോയി. ഇയർലി ഒരു പ്രാവശ്യം വടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊഴിച്ചിലെല്ലാം നിന്നിട്ട് പിന്നെ കുറച്ച് കാലത്തേക്ക് കൊഴിയൂല. പിന്നെ കുറച്ച് സമയം എടുക്കും, വേഗം വരില്ല, എന്നാലും 1 മാസം അങ്ങനെ ആകുമ്പോഴത്തേക്ക് വരും. ലിയോ പാവായിട്ട് നിന്ന് കൊടുക്കും കേട്ടോ. ചിന്നു അങ്ങനെയല്ല, ചിന്നുവിനെ നല്ലോണം പിടിക്കണം, ഇല്ലെങ്കിൽ മാന്തിക്കളിയോ അവരെ. ക്ലീനിങ്ങും ഷേവിങ് എല്ലാം കഴിഞ്ഞ് കണ്ടില്ലേ, രോമയില്ലാണ്ടായാലും പിന്നെ പോക്ക് അവരെ കാര്യം. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് പാൻ എമിറേറ്റ്സിൽ പോയി. ദുബായിലെ പാൻ എമിറേറ്റ്സിൽ മുന്നേ പാൻ എമിറേറ്റ്സ് ആയിരുന്നു പേര്. ഇപ്പോൾ അവർ 1 മാസമായിട്ട് പാൻ ഹോം എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഇത്. ഓരോ സൈഡിലും ഓരോരോ സാധനങ്ങൾ നല്ലോണം സെറ്റാക്കി വെച്ചതിന് കാണാൻ നല്ല മുഞ്ചുണ്ട്. ഇതെല്ലാം ബാംബൂനെ കൊണ്ടെല്ലാം ഉണ്ടാക്കിയ സാധനങ്ങളും പിന്നെ ഇതെല്ലാം വുഡൻ സ്പൂണും ബൗളും അങ്ങനെ നല്ല ഉണ്ട് ഓരോന്നും കാണാൻ. വുഡൻ ഐറ്റംസിനെല്ലാം കുറച്ച് എക്സ്പെൻസാണ്, പക്ഷെ എന്നാലും അത്ര എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല. 70% ഡിസ്കൗണ്ട് റേറ്റ് ഇട്ടിട്ടുള്ള എല്ലാത്തിനും അവരെ ആക്ച്വൽ പ്രൈസിനെക്കാട്ടിയും നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം സെറാമിക്കിൻ്റെ ഡിന്നർ സെറ്റ്സാണ്. അതുപോലെ ഇത് വലിയ ക്വാളിറ്റി ഇല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അൺഈവൻ ഡിസൈനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഡിന്നർ സെറ്റെല്ലാം എത്രയോ പീസിനെല്ലാം കൂടിയാണ് 69 കാണിക്കുന്നത്. ഇതിൽ
ക്വാളിറ്റിയെല്ലാം നല്ല സ്ട്രോങ് ഉള്ള നല്ല സാധനങ്ങളാണ്. പിന്നെ അതേപോലെ ഇത് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ്. നല്ല വെയിറ്റ് ഉണ്ട്. കാസ്റ്റ് അയണിൻ്റെ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. അതേപോലെ നല്ല കളറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എല്ലാം കൂടി ഉള്ള പ്രൈസും അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ പോട്ടിന് തന്നെ 2.5 ലിറ്ററിൻ്റെ പോട്ട്, അതിന് തന്നെ 99 ദിർഹംസ് ആറ്റേ ഉള്ളൂ. അതുപോലെ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള പോട്ട്സ്, എല്ലാ സൈസിലും ഉണ്ട്. ഇത് അലൂമിനിയത്തിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ടോട്ടൽ വരുന്നത് 9 പീസിന് 199 വരുന്നുള്ളൂ. ആക്ച്വൽ പ്രൈസ് 479. അപ്പോൾ നല്ല അഫോർഡബിൾ അല്ലേ. ഡൈനിങ് ടേബിളിൻ്റെ മേലെയെല്ലാം ഡിന്നർ സെറ്റിന് പ്ലേറ്റിൻ്റെ അടിയിലെല്ലാം വെക്കാൻ പറ്റിയ നല്ല പലതരത്തിലുണ്ട്. ഇതൊരു വൈറ്റ് കളർ പാന്, ഇതും അലൂമിനിയം. 3 സെറ്റാന്ന് തോന്നുന്നു വരുന്നത്. 3 സെറ്റിന് 149. ആക്ച്വൽ പ്രൈസ് 299 വരുന്നത്. ഈ സൈഡ് ഫുൾ വൈറ്റ് കളർ തീമുള്ള ഡിന്നർ സെറ്റ്സാണ് ഉള്ളത്. ഈ ഭാഗത്ത് ഫുൾ ഈ കളർഫുൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അവർക്കായിട്ട് സെറ്റാക്കിയ പോലെ ഫുൾ എല്ലാം പോട്ട്സ്, പില്ലോസ്, പ്ലേറ്റ്സ്, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇത് ഡിന്നർ സെറ്റ്സ് അല്ല, ഇങ്ങനെ ഓരോ എന്താ പറയുക, നമ്മൾ ക്യൂട്ടായിട്ട് ഓരോ സാധനങ്ങൾ വെക്കൂലേ കളർഫുള്ളായിട്ട്, അങ്ങനെ. പിന്നെ ഈ സൈഡ് ഫുള്ള് ഡെക്കറേഷൻ ഐറ്റംസ്, ഹോം ഡെക്കോറിൻ്റെ സാധനങ്ങളെല്ലാം. പിന്നെ ഇന്ന് എൻ്റെ ആയിഷാൻ്റെ മൂത്ത മോളെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കേട്ടോ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ കേക്കെല്ലാം വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇനി എനിക്ക് റെസ്റ്റാണ്, നീ വേണമല്ലോ ചെയ്യാൻ. ഇത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് 5 ലെയർ കേക്ക്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.